മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി കർണാടക കോൺഗ്രസിലുണ്ടായ തർക്കം പരിഹരിക്കാൻ നേതൃത്വത്തിന്റെ തിരക്കിട്ട നീക്കം ഡൽഹിയിൽ നടക്കുകയാണ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും ഡൽഹിയിലെ വിളിപ്പിച്ച് ഉടൻ ചർച്ച നടത്തും. 2.5 കൊല്ലത്തിന് ശേഷം പദവി കൈമാറണം എന്ന ധാരണ പാലിക്കണമെന്നാണ് ഡി കെ ശിവകുമാർ പറയുന്നത്. ബൽറാം നെടുങ്ങാടി ഈ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഈ പദവി കൈമാറണമെന്നുള്ള കാര്യം സിദ്ധരാമയ്യ പാലിക്കുന്നില്ല. ശിവകുമാറിന്റെ മുന്നിലുള്ള വഴി എന്താണ്? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കർണാടക കോൺഗ്രസിലെ അധികാര തർക്കം കഴിഞ്ഞ കുറച്ച് ദിവസമായി അതീവ രൂക്ഷമായിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ ഇരുപക്ഷവും പരസ്പരം പരോക്ഷമായ വാക്പോരുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം കുറച്ചുകൂടി സങ്കീർണമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വാക്കിനാണ് വില എന്നും വാക്ക് പാലിക്കപ്പെടാനുള്ളതാണ് എന്നും പരോക്ഷമായി ഈ സാഹചര്യത്തെ അല്ലെങ്കിൽ സിദ്ധരാമയ്യയെ വിമർശിച്ചുകൊണ്ട് ഡി കെ ശിവകുമാർ രംഗത്തെത്തിയിരുന്നു. അതിന് മറുപടിയായി കഴിഞ്ഞ ദിവസം വൈകിട്ട് തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ താൻ നടപ്പാക്കിയ പദ്ധതികൾ വിവരിച്ചുകൊണ്ട് വ്യക്തമാക്കിയത് ജനക്ഷേമത്തിന് അല്ലെങ്കിൽ വാക്കുകൊണ്ട് കാര്യമില്ല, പ്രയോജനമില്ല എന്നുള്ളതും ഒപ്പം തന്നെ ജനങ്ങൾ അധികാരം നൽകിയത് കുറച്ചു കാലത്തേക്കോ ഏതെങ്കിലും നിമിഷത്തേക്കുമല്ല, മറിച്ച് 5 വർഷത്തേക്കാണ് എന്നുമുള്ള പ്രതികരണം നടത്തി. ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ഹൈക്കമാൻഡ് ഇടപെട്ടിരുന്നു, ഇരു നേതാക്കളുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സാഹചര്യം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ 2 പക്ഷത്തെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ചർച്ച ചെയ്ത് സമവായത്തിലെത്തിക്കാനാണ് നീക്കം. ഡി കെ ശിവകുമാർ പക്ഷം അവകാശപ്പെടുന്നത് കഴിഞ്ഞ തവണ അധികാരം നേടിയതിൽ ഡി കെ ശിവകുമാറിന് വലിയ പങ്കുണ്ട് എന്നും 2.5 വർഷത്തിന് ശേഷം അധികാരം വെച്ചു മാറാമെന്ന ധാരണയുണ്ട് എന്നുമാണ്. എന്നാൽ അക്കാര്യം സിദ്ധരാമയ്യ പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല. അദ്ദേഹത്തിന് അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് നേരിടാൻ ആഗ്രഹമില്ലെങ്കിലും ഈ ഒരു ടേം പൂർത്തിയാക്കണമെന്ന ആഗ്രഹമുണ്ട്. അത് അദ്ദേഹം നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സങ്കീർണമാക്കുന്ന ഒരു കാര്യം OBC വിഭാഗത്തിൽ നിന്നുള്ള സിദ്ധരാമയ്യ അദ്ദേഹത്തെ ഇപ്പോൾ മാറ്റുകയാണെങ്കിൽ അത് ഈ അധസ്ഥിത വിഭാഗത്തിന് വേണ്ടി ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് വാദമുന്നയിക്കുന്ന ഘട്ടത്തിൽ അതിന് തിരിച്ചടിയാകും എന്ന ഒരു കണക്കാക്കൂട്ടലും ഈ ഹൈക്കമാൻഡിലെ ചില നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം ആലോചിച്ചുള്ള ഒരു പരിഹാരത്തിലേക്ക് മാത്രമേ ഹൈക്കമാൻഡ് നീങ്ങുകയുള്ളൂ. തൽക്കാലത്തേക്കെങ്കിലും സിദ്ധരാമയ്യ തന്നെ തുടരാനുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അതിനായി ഡി കെ ശിവകുമാറുമായി സംസാരിച്ച് സമവായത്തിലെത്തിക്കുകയും തുടർന്ന് മുഖ്യമന്ത്രിയായോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലാവധിക്ക് ശേഷം ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകാമോ എന്നുള്ള ഒരു വാഗ്ദാനം നൽകാനാണ് നിലവിൽ സാധ്യത. എന്തായാലും 2 പേരും ഡൽഹിയിലെത്തി നടത്തുന്ന ചർച്ചകൾ അത് ഏറെ നിർണായകമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.